ഒരു പനി വന്നാൽ അല്ലെങ്കിൽ ഒരു വയറുവേദന വന്നാൽ നമ്മളെല്ലാവരും ആദ്യം തന്നെ ഒരു നാടൻ വൈദ്യമാണ് പരിശോധിക്കുക. അല്ല, എന്തുകൊണ്ടാണത്? ഓടി ഹോസ്പിറ്റലിലേക്ക് എത്തിയാൽ ബില്ലടയ്ക്കാൻ പൈസയില്ല. രക്തം, കഫം, മലം, മൂത്രം ഇങ്ങനെ ഒരു നീണ്ട ലിസ്റ്റ് പരിശോധനയ്ക്ക് തരുമ്പോൾ അതിനൊപ്പം വരുന്ന ബില്ല് കൂടി കണ്ട് കണ്ണു തള്ളി അപ്പോൾ തന്നെ അറ്റാക്ക് വരുന്നൊരവസ്ഥയാണ്. അത് തന്നെയാണ് പറയുന്നത്. രാജ്യത്തെ പകുതിയിലധികം ജനങ്ങൾക്കും ചികിത്സാ സഹായം ലഭ്യമാകുന്നില്ല. അതിൽ കൂടുതലും ദരിദ്രരാണ് എന്ന ഞെട്ടിക്കുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇന്ത്യക്കാരിൽ 53% പേരും ചികിത്സാ ചെലവുകൾക്കായി സ്വന്തം കയ്യിൽ നിന്ന് പണം ചെലവഴിക്കേണ്ടി വരുന്നെന്നാണ് സർവേ റിപ്പോർട്ടിൽ പറയുന്നത്. ഇതിൽ പകുതിയിലധികം ദരിദ്രരാണ് എന്നതും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. രാജ്യത്തെ 25% ജനങ്ങൾക്ക് മാത്രമേ ചികിത്സയ്ക്ക് വേണ്ടി സർക്കാർ ആനുകൂല്യം ലഭിക്കുന്നുള്ളൂ എന്നും ഇതേ റിപ്പോർട്ട് ആണയിടുകയാണ്. അർത്ത് ഗ്ലോബൽ ഏജൻസി എന്ന NGO ആണ് സർവേ നടത്തിയത്. 421 ലോക്സഭാ മണ്ഡലങ്ങളിലെ 6755 പേരാണ് സർവേയിൽ പങ്കെടുത്തത്. കയ്യിൽ നിന്ന് പണമെടുത്ത് ചികിത്സ നടത്തേണ്ടി വരുന്നവരിൽ 60% പേരും സ്വന്തമായി വാഹനം പോലും ഇല്ലാത്തവരാണ്. 29% പേർക്കാണ് സർക്കാരിൽ നിന്ന് ചികിത്സാ സഹായം ലഭിക്കുന്നത്. 10% പേർക്ക് സ്വകാര്യ ഇൻഷുറൻസ് ഉണ്ട്. കമ്പനി വക പരിരക്ഷ ലഭിക്കുന്നവർ 9%. രാജ്യത്തെ 10 കോടിയോളം പേർ ചികിത്സയ്ക്ക് പണം ചെലവിടുന്നതിലൂടെ ദരിദ്രരായി മാറുന്നുണ്ടെന്ന് 2019-20 നീതി ആയോഗ് റിപ്പോർട്ടും പറയുന്നുണ്ട്. ഇതോടൊപ്പം ഇന്ത്യയിലെ ആരോഗ്യ മേഖലയെ പിന്നോട്ട് വലിക്കുന്നത് സ്വയം പ്രഖ്യാപിത രോഗശാന്തിക്കാരും ആത്മീയതയിലൂടെ രോഗം ചികിത്സിക്കുന്നവരുമാണെന്ന് ദ ഹിന്ദു കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ച ആർട്ടിക്കിളിലും പറയുന്നുണ്ട്. ഇന്ത്യയിലെ എല്ലാ വൻ നഗരങ്ങളിലും പല കോണുകളിൽ ഇത്തരം കേന്ദ്രങ്ങൾ കാണാൻ കഴിയുമെന്നും ആർട്ടിക്കിൾ വ്യക്തമാക്കുകയാണ്. ഫീസിന് പുറമെ മദ്യവും സിഗരറ്റും പ്രസാദമായി സ്വീകരിക്കുന്ന ഇത്തരം ചികിത്സക്കാർക്ക് നേരെ അധികാരികൾ പലപ്പോഴും കണ്ണടക്കാറാണ് പതിവ് എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ ഞെട്ടിക്കുന്നത്. ഒരാൾ ദരിദ്രനാണ്, വീണ്ടും ദരിദ്രനാവുന്നത് അയാളുടെ രോഗത്തിന് ചികിത്സിക്കാൻ പണം ചിലവഴിക്കുമ്പോഴാണ് എന്ന്.